ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ദിവസത്തെ സമയം എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാം, അതുവഴിക്ക് നമുക്ക് വേഗം അങ്ങനെ ജോലികൾ ചെയ്ത് തീർക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കുന്നൊരു ടൈം, സാധാരണ എഴുന്നേക്കുന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ 5:30 അപ്പോൾ 5:30 എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് എനിക്ക് റെഡി ആവാൻ വേണം. അത് കഴിഞ്ഞാൽ ഞാൻ ഒരു 5:40 ആയപ്പോൾ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലേദിവസം ഇതെല്ലാം കഴുകി വെച്ചാലാണ് ഇത് എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കഴുകി വെക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൊട്ട സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ട വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ തന്നെ വാങ്ങാം, ഇല്ലെങ്കിൽ തുരുമ്പ് വരും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ കുറച്ച് വില വരും, പക്ഷേ നമുക്ക് ഒരുപാട് നാളത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് ഒരു ട്രേ കൂടി അതിൻ്റെ താഴ്ഭാഗത്തുള്ളത് തന്നെ എടുക്കുക. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വെള്ളം കളഞ്ഞ് ഈസി ആയിട്ട് തിരിച്ച് കഴുകി വെക്കാം. പലതരത്തിലുള്ള കൊട്ടകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് വാങ്ങാൻ തോന്നാതിരുന്നതിൻ്റെ കാര്യം, ചില ഇതിന് ട്രേ ഉണ്ടാവില്ല, ചില ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവില്ല, അങ്ങനെയുള്ള പ്രശ്നം. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഉപകാരമായി ശരിക്കും പറഞ്ഞ അടുക്കളയിൽ വാങ്ങി വെച്ചത്. അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ 5 മിനിറ്റൊക്കെ സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓരോ ജോലി ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തൊരു ഗുണം എന്ന് വെച്ചാൽ ആ ജോലി നമ്മൾ കറക്റ്റ് ചെയ്യും ആ ടൈമിനുള്ളിൽ. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഫോൺ എടുക്കാനും വേറെ പല കാര്യങ്ങൾ ചിന്തിച്ച് നിൽക്കാനും ഒക്കെ നമ്മുടെ സമയം പോകും. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അല്ലെങ്കിൽ സ്നാക്സിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നേരത്തെ കുട്ടി ഒന്ന് ആലോചിച്ച് വെക്കുക. ഇത് നമ്മുടെ സമയം സേവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ, അതായത് ഇങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഒന്നും ആലോചിച്ച് അത് വെറുതെ അടുക്കളയിൽ വന്ന് ഇങ്ങനെ ആലോചിക്കും എന്തുണ്ടാക്കണമെന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യാറുണ്ട്. പല കാര്യമൊന്നും പ്ലാൻ ചെയ്യാണ്ട് നമ്മൾ നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൂട്ടി തലേ ദിവസമെങ്കിലും അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ മിക്ക ദിവസവും പലഹാരങ്ങളാണ് ഉണ്ടാക്കുക, ദോശ, ഇഡ്ഡലി, അങ്ങനെയൊക്കെ. ചില ദിവസം എനിക്ക് തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ സാധാരണ ഗോതമ്പ് കഞ്ഞിയും അതിൻ്റെ കൂടെ ഒരു ഉപ്പേരിയുമാണ് ഉണ്ടാക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും പലഹാരങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കുക്കറിലൊക്കെ വെക്കാണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങളിലോട്ട് പോകാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ, ഉച്ചയ്ക്കുള്ള കറിയുടെ ചെയ്യേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ മൾട്ടി ടാസ്ക് ചെയ്തിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അടുക്കളയിലെ പണികൾ അവസാനിപ്പിച്ച് നമുക്ക് അവിടെ നിന്ന് പോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ് സമയമാണ് അടുക്കളയിൽ നമ്മൾ ഇങ്ങനത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, ഇത് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. കാരണം നമ്മൾ എണീറ്റ് പാടെ തന്നെ നമ്മൾ കുറേ പണി അങ്ങോട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത് അത്ര ഒരു സുഖമായിട്ട് തോന്നാറില്ല. അതാണ് ഞാൻ 20 മിനിറ്റ് എടുത്തിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്ന സമയമാണ്. ഒരു 15 മിനിറ്റാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും രാവിലെ എന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടി ടൈം ഒന്ന് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ കുറേ കൂടി സ്മൂത്തായിട്ട് പോകാനും, മാത്രമല്ല എന്തെങ്കിലും വിഷമങ്ങൾ വരികയാണെങ്കിലും അത് സോൾവ് ചെയ്യാനൊക്കെ നമ്മളെ പ്രാർത്ഥന ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. 15 മിനിറ്റ് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു വചനം ഞാൻ ബുക്കിൽ 10 തവണ എഴുതും. അപ്പോൾ നമുക്ക് നന്ദി പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം എഴുതി ഒരു 10 തവണ എഴുതുന്നതും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് കേട്ടോ. അല്ലാത്തതിന് നമ്മളൊരു ടൈം വെക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഒരു കാര്യത്തിൽ തന്നെ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത രാവിലെ നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്തിട്ട് ആ ഒരു ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സമയമാണ്. പ്ലാൻ പേപ്പറിൽ മാത്രം എഴുതി വെച്ചൊരു കാര്യമില്ല കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കണം. എന്നാലും എഴുതി വെക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് പറ്റുന്നതൊക്കെ ചെയ്യുക. ചില ദിവസം ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് വരുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എഴുതി വെക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ അങ്ങനെ സമയം 6:30 മണിയായപ്പോൾ നമുക്കിനി എന്തായാലും ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ വേഗം തന്നെ ചെയ്യണം. അപ്പോൾ എൻ്റെ മക്കൾ സാധാരണ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാറില്ല, അവർ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് രാവിലെ ഇപ്പോൾ ഉണ്ടാക്കി വേഗം വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞാൻ മക്കൾ സ്കൂളിലേക്ക് ലഞ്ച് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ തന്നെ വേഗം തന്നെ രാവിലെ ലഞ്ച് ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം ഈ കിട്ടുന്ന രാവിലത്തെ ടൈം പ്രോപ്പറായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ ടൈം കിട്ടും. അതുവഴി എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങളിൽ എനിക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു വീട്ടമ്മയായാലും ജോലിക്ക് പോകുന്ന ഒരാളെ പോലെ തന്നെ നമ്മൾ വീട്ടിൽ ജോലികൾ ചെയ്ത് തീർക്കുക.
അപ്പം നമ്മൾ വേഗം ജോലി ചെയ്ത് തീർക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗസ്റ്റ് നമ്മൾ വീട്ടിൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീട് വൃത്തിയാക്കില്ലേ. എന്ത് വേഗമാണ് നമ്മൾ വീട് വൃത്തിയാക്കുന്നത്. ആ ഒരു സ്പീഡ് നമ്മൾ സാധാരണ ഒരു വീട് വൃത്തിയാക്കുന്ന വെച്ചാൽ നമുക്ക് മടിയായിരിക്കും അല്ലേ. പക്ഷേ ആരെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ പെട്ടെന്ന് ഒരു എനർജി വരും. എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ജോലിക്ക് പുറത്തോട്ട് പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ രാവിലെ വേഗം തന്നെ ജോലികൾ നമ്മൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് ടൈം എക്സ്ട്രാ കിട്ടും. ആ എക്സ്ട്രാ ടൈം എന്ത് ചെയ്യണം എന്ന് നമുക്ക് ആ ടൈം കിട്ടിയാലാണ് നമുക്ക് ചിന്തിക്കാൻ തോന്നുള്ളൂ, ഞാൻ ഈ സമയം എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ടൈം കിട്ടാൻ നമ്മുടെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ടത് ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സമയവും വേണം. മാത്രമല്ല ഇത്രയും പെട്ടെന്ന് അതാവില്ല. പക്ഷേ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസം പെട്ടെന്ന് തന്നെ നമ്മുടെ കറിവെപ്പും അതുപോലെ തന്നെയൊക്കെ സെറ്റാവും. പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ജോലിക്ക് പോണതിന് മുമ്പാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരി വെക്കണം. അപ്പോൾ അപ്പച്ചൻ അവിടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ അപ്പച്ചൻ എനിക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് തന്നു. അപ്പച്ചനും ചേട്ടനൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനത്തെ പണികളൊക്കെ വരാണെങ്കിൽ സഹായിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കുറേ പേര് അമ്മച്ചി അവിടെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പഴയ പോലെ അടുക്കളയിൽ വന്ന് അങ്ങനെ കുറേ പാചകം ചെയ്യുന്നില്ല. അതാണ് പലപ്പോഴും വീഡിയോയിൽ കാണാത്ത അമ്മച്ചി അവിടെ എണീറ്റിരിക്കുന്നുണ്ട്, പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി അവിടെ റെഡി ആയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പോകാനായിട്ട് ചേട്ടൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും തേങ്ങ കുറച്ചധികം ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ചിരണ്ടുന്ന സമയത്ത് 2 തേങ്ങയൊക്കെ വെച്ച് ചിരണ്ടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ആവശ്യമുള്ള സമയത്ത് പുറത്തോട്ട് എടുത്ത് വെക്കാം. മാക്സിമം 2 തേങ്ങയൊക്കെ ചിരണ്ടാറുള്ളൂ. കാരണം മിക്ക ദിവസം ഇവിടെ തേങ്ങ നമുക്ക് ആവശ്യമാണ്. പിന്നെ കുറേ വെറുതെ ചിരണ്ടി വെച്ചാൽ അത് നാശമായി പോവും. അപ്പോൾ എന്തായാലും ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇനി അടുത്തൊരു ടിപ്പ് പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ ഭക്ഷണം വെക്കണം നേരത്തെ കൂടി ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. എന്ത് രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നും കൂടി ഒരു പ്ലാൻ നമ്മൾ ചെയ്യണം. അതായത് വെജിറ്റേറിയൻ ഫുഡും നോൺ വെജും മിക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ഒരു ദിവസം നോൺ വെജ്, ഒരു ദിവസം മീൻ നമുക്ക് വാങ്ങാം. ബാക്കി 5 ദിവസങ്ങളിൽ വെജിറ്റബിളും അതുപോലെ തന്നെ എഗ്ഗും കൂടി ചേർത്തിട്ട് കോഴിമുട്ടയും ഉള്ള കറികളായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡെയിലി ചിലപ്പോൾ മീനാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മീൻ നന്നാക്കണം, കറി വയ്ക്കണം, ഒരു പ്രോസസ്സാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള കറികളും ബുദ്ധിമുട്ടുള്ള കറികളും മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ കറികൾ വയ്ക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ലോഡ് കുറച്ച് കുറയും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് നേരം അടുക്കളയിൽ ഇത് പാചകം ചെയ്ത് നിൽക്കാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ടൈം നമുക്ക് കിട്ടില്ല. മാത്രമല്ല ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ തിരക്കനുസരിച്ചും ആ കാര്യങ്ങളനുസരിച്ചും എന്ത് കറികൾ വെക്കണമെന്ന് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് സിമ്പിളായിട്ടുള്ളതും ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ മാറി മാറി വെക്കാം. അപ്പം ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അതൊക്കെ സെറ്റാക്കി അത് അരിഞ്ഞതൊക്കെ ഞാൻ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒരു ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടെ ഒരു ചാറ് കറിയും ഒരു ഉപ്പേരി ഉണ്ടാക്കും. ഇനി തീരെ നേരമില്ലാത്ത നേരമാണെങ്കിൽ ചിലപ്പോൾ ഉപ്പേരി സ്കിപ്പ് ചെയ്യും, അപ്പോൾ ചാറ് കറി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ വെക്കുന്ന ഭക്ഷണം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് തന്നെയാവും കേട്ടോ. എന്നാലും നിങ്ങൾ ചെയ്തിരുന്നു ഇനി മറന്നുപോയി മടി തോന്നുന്നുണ്ടെങ്കിൽ അത് മാറാനും ഞാൻ പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് കുറേ കാര്യം അറിയണ വലിയ ആളെപ്പോലെ സംസാരിക്കുന്നതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് കറികൾ എത്രത്തോളം അളവിൽ നമ്മുടെ വീട്ടിലേക്ക് വേണമെന്ന് നമ്മൾ ഉണ്ടാക്കും തോറും നമ്മളത് പഠിക്കും. അപ്പോൾ ഒരുപാട് അധികം കറി ഉണ്ടാക്കും വേണ്ട, ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. എല്ലാവർക്കും ഒരു തൃപ്തി ഉണ്ടാവണം അല്ലേ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അളവിലുള്ള പാത്രങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് വലിയ പാത്രം എടുത്ത് കുറേ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് ബാക്കി വന്ന് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അടുത്ത സാർക്കും വേണ്ട അത് വേസ്റ്റിൽ കളയുമ്പോൾ നമ്മളെടുത്ത പണിയും വെറുതെയായി, ആ ഭക്ഷണവും വേസ്റ്റായി. കൃത്യമായ ക്വാണ്ടിറ്റിയിൽ കറി വയ്ക്കുക, അതിനുള്ള പാത്രങ്ങളും സെലക്ട് ചെയ്യുക. എനിക്ക് ഇഷ്ടം ഒരു ദിവസം ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ഞങ്ങൾ ഒരേ കറി തന്നെ എടുക്കാം. വൈകുന്നേരം പിന്നെ പുതിയ കറി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. ഈ രാവിലെ എൻ്റെ ചെയ്യുന്ന പണികൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനത്തെ കറി വെപ്പോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 നേരത്തേക്ക് എത്രത്തോളം കറി വേണം നമുക്കെന്ന് വെച്ചാൽ അത്രത്തോളം കറി കൊള്ളുന്നൊരു പാത്രത്തിൽ പ്രോപ്പറായിട്ടുള്ള അളവിൽ നമ്മൾ പാചകം ചെയ്യുക. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ തന്നെ, നമുക്ക് എത്രത്തോളം വേണം അതിനുള്ളത് ഉണ്ടാക്കുക. ഒരുപാട് അധികം ഉണ്ടാക്കി ബാലൻസ് വന്ന് വേസ്റ്റ് ആക്കുന്നതിൽ നല്ലത് കൃത്യമായ പാത്രങ്ങളിൽ കൃത്യമായ അളവിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മുടെ സമയവും എനർജിയും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ നമ്മുടെ കറികൾ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ബർണറുള്ള സ്റ്റൗ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പണികൾ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. 4 ബർണറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കിംഗ് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ചിലവർ സ്റ്റൗവിൻ്റെ ബ്രാൻഡ് ചോദിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്യുവർ ഫ്ലെയിംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റൗ ആണ്. അത് ഞാനത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8-9 മാസമൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് ഫുള്ളൊരു റിവ്യൂ പറയാറായിട്ടില്ല. മുൻപ് ഉപയോഗിച്ചിരുന്നത് പ്രസ്റ്റീജാണ്. അത് തരക്കേടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അധികം അങ്ങോട്ട് തൃപ്തി ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കുറേ സ്പെയർ പാർട്സ് മാറ്റലും അങ്ങനെയൊക്കെ കുറേ പണികൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് രണ്ടും ഒന്നും പറയാറായിട്ടില്ല, വഴിയേ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. നമുക്ക് ഏറ്റവും അടുപ്പ് തോന്നുന്ന കാര്യമാണ് പാത്രം കഴുകുക എന്നുള്ളത്. എന്തോരം കഴുകിയാലും തീരില്ല. പുതിയ കൊട്ട വന്ന കാരണം ഞാൻ ഒരുപാട് പാത്രം ഇങ്ങനെ കഴുകി വയ്ക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് മുഴുവൻ ഞാൻ തന്നെയാണോ കഴുകിയെന്ന്. അത്രയും പാത്രം കൊട്ടയിലുള്ള വന്ന് നിറയുന്നുണ്ട്. ഒരു 3 നേരമൊക്കെ വെച്ചിട്ട് പാത്രത്തിൽ ഫില്ലാവും കേട്ടോ. മുൻപത്തെ കുറേ ട്രേ പോലത്തെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്ര തോന്നാറില്ല ഇത്ര പാത്രം കഴുകിയെന്ന്. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് അമ്മ എന്തോരം പാത്രമാണെന്ന് ഇങ്ങനെ തോന്നും ശരിക്കും പറഞ്ഞാൽ കേട്ടോ. എന്നാലും ഈ കൊട്ട വെച്ച പിന്നെ പാത്രം നന്നായിട്ട് വേഗം ഡ്രൈ ആവണുണ്ട്. അതെനിക്ക് നന്നായിട്ട് തോന്നി. പല മെത്തേഡൊക്കെ ചെയ്യുന്നതിൽ ഈ കൊട്ട വെച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാനതെല്ലാം തന്നെ എടുത്ത് മാറ്റി വെച്ചു. സാമ്പാറാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പപ്പടം കൂടി ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. പപ്പടം ഫ്രൈ ചെയ്തൊരു ബോക്സിലിട്ട് വെക്കും. അപ്പോൾ അതിലിട്ട് വെച്ചാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും അതും കൂടി എടുക്കാം. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ പണി ഇപ്പോൾ ചെയ്ത് വെക്കുകയാണ്. കാരണം ഇനി അടുക്കളയിൽ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ടല്ലോ. എനിക്കാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ചെയ്ത് തീർത്ത് പിന്നെ പോയാൽ പിന്നെ വന്ന് കുറേ പണി എടുക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉള്ള നേരം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റവൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ തുടച്ചിട്ടു. ഓയിൽ അവിടെ ഇത്തിരി തെറിച്ചിട്ടായിട്ട്. അപ്പോൾ തുടച്ചിട്ട് ശേഷം കിച്ചണൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് ചോറ് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം. ഞാൻ കുക്കറിലാണ് ഇപ്പോൾ സ്ഥിരം ചോറ് വയ്ക്കുന്നത് കേട്ടോ. ചോറ് നമ്മൾ ഒരു വിസിലടിച്ചിട്ടാണ് അരി ഒരു വിസിലടിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് കിട്ടാറുണ്ട്. കഞ്ഞിവെള്ളം ഞാൻ ഒരു ബക്കറ്റിൽ ഒഴിച്ച് മാറ്റി വെക്കുന്നത് കേട്ടോ. ചെടികൾക്കൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോറും കൂടി ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാ പാത്രം ഞാൻ കഴുകി കഴിഞ്ഞാൽ കേട്ടോ. ലാസ്റ്റ് ഈ കുക്കർ കണ്ടോടുകൂടി എനിക്ക് ദേഷ്യം വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കഴുകിയില്ല, അവിടെ ഇട്ടിട്ട് പോകുന്നു. കാരണം മടുത്തു എനിക്ക്. ഈ നേരമൊക്കെ എനിക്ക് മടുത്തു. അപ്പോൾ ഞാൻ വെച്ച് പിന്നെ ചെയ്യാം, അവിടെ വെച്ചിട്ട് പോയി. പ്രത്യേകിച്ച് കുക്കറായതുകൊണ്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ പണികൾ അങ്ങോട്ട് തീർന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാം. പണികൾ കഴിഞ്ഞാൽ ഞാൻ മക്കളുടെ കൂടെ തന്നെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കൾ ക്ലാസ്സിൽ പോണ തിരക്കിൻ്റെ നേരമാണ്. അപ്പോൾ പിന്നെ ഞാൻ വേറെ പണിക്കൊന്നും പോകില്ല. അവരുടെ കൂടെ കുറച്ച് നേരം നിൽക്കും. അവർ മുടിയൊക്കെ കെട്ടി കൊടുത്ത് അവർ ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനിനി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ക്ലീനിങ്ങിൽ മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത് തുണികൾ വാഷ് ചെയ്യാനുള്ള ദിവസം മെഷീനിൽ തുണികൾ വാഷ് ചെയ്യാനിടും. അത് അലക്കിയത് കൊണ്ടിടും. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കൊന്ന് പുറത്തോട്ട് പോകണം. അപ്പോൾ പിന്നെ ഇപ്പോൾ വാഷ് ചെയ്യാൻ ഇട്ടത് ഉണങ്ങാൻ ഇടാനുള്ള നേരം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇപ്പം ഞാൻ ആകെ ചെയ്യുന്നത് വീട് അടിച്ച് വാരിയിടും. അത് ഡെയിലി പറ്റാവുന്ന ദിവസം എല്ലാം ചെയ്യാറുണ്ട്. ചില ദിവസം തിരക്ക് വരുമ്പോൾ സ്കിപ്പാക്കും. അപ്പോൾ ചിലവരുടെ കമൻറ്റിൽ പറയാറുണ്ട് കേട്ടോ, ഞങ്ങളുടെ വീട് 2 നിലയാണ്, ഞങ്ങൾക്ക് ഇത്രയും സമയം കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ. അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുക, എനിക്കത് പറയാനുള്ളൂ. അപ്പോൾ പറ്റണില്ലെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാറി മാറി ചെയ്യുക. ഒരു ദിവസം താഴത്തെ ഫ്ലോർ അടിച്ച് വാരിയിട്ട് അടുത്ത ദിവസം മുകളിൽ ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കിവിടെ വേറെ ഒരു ആളൊന്നും വരുന്നില്ല വീട് ക്ലീൻ ചെയ്യാനൊന്നും. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ആരും ഞാൻ വിളിക്കാത്തത്. കാരണം എനിക്ക് അവരെ പറഞ്ഞിട്ടൊന്നും പണികൾ ചെയ്യിപ്പിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ഇങ്ങനെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഡീപ്പ് ക്ലീനിങ്ങിനെക്കാട്ടും ഇഷ്ടം ഡെയിലി കുറച്ച് കാര്യങ്ങൾ ചെയ്യണതാണ്. ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും അത് മുഴുവൻ ചെയ്യാൻ. അതിനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തും വേണം. അപ്പോൾ അതിനെക്കാട്ടും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഡെയിലി കുറച്ച് കാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ പണി എടുക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി അടിച്ച് വരാണെങ്കിൽ വലിയ ഡീപ്പ് ക്ലീനിങ് നമുക്ക് ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ മക്കളുടെ മുറിയും കൂടി അടിച്ച് വാരി കഴിഞ്ഞോടുകൂടി നമ്മുടെ ക്ലീനിങ് പണികളെല്ലാം കഴിഞ്ഞു. ഏകദേശം രാവിലെ തന്നെ പണികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മക്കളൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴാട്ടോ കുറേ പണി നമുക്ക് ഉണ്ടായിരിക്കുക. അവർ വലുതാവും തോറും നമ്മുടെ പണികൾ ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ കറി വെക്കലും അങ്ങനത്തെയൊക്കെ പണികളിലേക്ക് ചുരുങ്ങും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ ടൈമൊക്കെ മിസ് ചെയ്യും കേട്ടോ, ആ തിരക്കും ബഹളമൊക്കെ. അപ്പോൾ അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ പണികളൊക്കെ ചെയ്യാനായിട്ടിരിക്കും. വീഡിയോയുടെ പണികൾ ചെയ്യാനില്ലാത്ത ദിവസമാണെങ്കിൽ ഏതെങ്കിലും സ്പേസൊക്കെ ഓർഗനൈസൊക്കെ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികൾ അങ്ങനത്തെ ചെയ്യും.
ഇല്ലയെന്നുണ്ടെങ്കിൽ കടയിൽ പോകേണ്ട ദിവസമാണെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഈ 3 കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകേണ്ട ദിവസമായിരുന്നു. വീട്ടിലേക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസും അത്യാവശ്യം വേണ്ടതെല്ലാം തന്നെ ഒരു 2 ആഴ്ചയ്ക്ക് കണക്കാക്കിയിട്ട് ഞാനെല്ലാം വാങ്ങാറുള്ളത്. കാരണം ഒരുപാട് തവണ ഷോപ്പിൽ പോയി വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങണേലും നല്ലത് ആവശ്യമുള്ളത് ലിസ്റ്റ് ഉണ്ടാക്കി പ്രോപ്പറായിട്ട് അത് മേടിച്ച് വരാവുന്ന രീതിയിലേക്ക് ആക്കിയതാണ്. ആദ്യം ആഴ്ചയിൽ പോയിരുന്നു, ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേ പോകുന്നുള്ളൂ. അങ്ങനെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വന്നു. ഏകദേശം 1 മണിയായി. അപ്പോൾ അതേ വന്ന് അവിടെ തന്നെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ച് കഴിക്കുമ്പോൾ എന്തെങ്കിലും സിനിമ വയ്ക്കും. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഏകദേശം 2 മണിയായി. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു അരമണിക്കൂർ വേണം ഈ വാങ്ങി വന്ന ഐറ്റംസൊക്കെ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ചില നേരത്തേക്ക് മടി തോന്നുമൊക്കെ എടുത്ത് വെക്കാനായിട്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണമാണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ സാരില്ല, ഇതെല്ലാം തന്നെ വേഗം എടുത്ത് വെക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് യാത്രയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും ടയേർഡാണ്. അപ്പോൾ സാധാരണ ഞാൻ ഈ സമയത്ത് റെസ്റ്റ് എടുക്കൽ ഇല്ല, വീഡിയോയുടെ പണികൾക്കൊക്കെ ചെയ്യാനിരിക്കുന്നത്. വീഡിയോയുടെ ദിവസമാണെങ്കിൽ വീഡിയോയുടെ പണികളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയുടെ പണികളും എല്ലാം ചെയ്യുന്നത്. അല്ലാതൊരു സ്പെഷ്യൽ ടൈം നമുക്ക് കിട്ടാനില്ല. കാരണം ഞാൻ ഹൗസ് വൈഫ് ആയതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ടാവും, മക്കളുടെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയുള്ള ടൈമിലൊക്കെയാണ് ഞാനിതൊക്കെ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുക, ഞാൻ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേഗം ജോലികൾ ചെയ്ത് തീർത്തിട്ട് എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ വേഗം അതുകൊണ്ടാണ് ടൈമിന് എണീക്കാനും ടൈമിന് ജോലികൾ ചെയ്യാൻ തീർക്കാനും. കാരണം എനിക്ക് പുറത്തോട്ട് ജോലിക്ക് പോകുന്നവരെ കാണുമ്പോൾ ഭയങ്കര ഇതാണ്, എങ്ങനെയാണ് ഇവരിതെല്ലാം ചെയ്ത് തീർത്ത് പോകണേ എന്നിട്ടോ. അങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. റെസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് നേരം ഫോണിൽ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിരിക്കും, അങ്ങനെയൊക്കെ നോക്കും. ഇനി അഥവാ എനിക്ക് വീഡിയോ ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഞാൻ വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ ആ സമയത്ത് ചെയ്യാം. അപ്പോൾ അത് 1-2 വെച്ച് സ്കിപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിലെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ടിപ്സൊക്കെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.